ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ മേക്കപ്പ് ഇല്ലാതെ സുന്ദരിയാവാൻ 7 രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 35 കഴിഞ്ഞവർക്ക് 30 ആയിട്ടുള്ളവർക്കെല്ലാം ആൺ പെൺ വ്യത്യാസമില്ലാതെ വെരി യൂസ്ഫുൾ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 7 രഹസ്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഇത് വളരെ സക്സസ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മേക്കപ്പ് ഇല്ലാതെ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുന്ദരി പറയുമ്പോൾ നമ്മളുടെ നേരത്തെ ഇരിക്കുന്നതിലും ബെറ്ററായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. ഇതിലൊരുപാട് പൈസയോ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ ആയ കാലത്തൊക്കെ നമ്മൾ പാറിപ്പറന്ന് നടന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടും എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ സൗന്ദര്യം നോക്കുമ്പോൾ നമ്മൾക്ക് ആകെ വികൃതമായി തോന്നുന്ന ഒരുപാട് പേര് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും വറി അടിക്കേണ്ട ആവശ്യമില്ല, ഇത് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഈ പറയുന്ന ടിപ്പ് നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങളതൊന്നും ചെയ്യാറില്ല. ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങുക. ഒരാഴ്ചയോ ഒരു മാസമോ ഒന്നും വേണ്ട, ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇന്ന് ചെയ്താൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം മാറ്റം അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ്, ദേഷ്യം പാടില്ല കേട്ടോ. ദേഷ്യം പാടേ ഒഴിവാക്കുക. നമ്മൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒന്ന് പ്രകടിപ്പിക്കേണ്ടി വരും. അങ്ങനെ വരുന്നവരാണെങ്കിൽ ഒന്ന് ഒഴിവാക്കുക കേട്ടോ. സൗന്ദര്യത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് കേട്ടോ. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ, മേക്കപ്പ് ഒന്നും ഇടാത്തവരെ നമ്മളൊന്ന് നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും കേട്ടോ. അപ്പോൾ ദേഷ്യം പാടില്ല കേട്ടോ. ദേഷ്യം കഴിവതും നിങ്ങൾ ഒഴിവാക്കിയിട്ട് സമാധാനത്തിൽ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വിശദമാക്കി തരാം. ദേഷ്യം വരുമ്പോൾ നമ്മളുടെ ബോഡി എക്സ്പ്രഷൻ, ഫേസ് എക്സ്പ്രഷൻ എല്ലാം കുളമാകും, ആകെ വികൃതമാകും. അപ്പോൾ നമ്മൾ എത്ര മേക്കപ്പ് ചെയ്തിരുന്നാൽ പോലും ആ ഒരു സൗന്ദര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഡെയിലി നമ്മൾ ഈ ദേഷ്യമൊക്കെ ഒഴിവാക്കി, ദേഷ്യം വരും, നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കും ദേഷ്യം വരില്ലേന്ന്. ഉണ്ടാകും, പക്ഷെ അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക കഴിവതും കേട്ടോ. ഞാനൊക്കെ അങ്ങനെയാണ്. എനിക്ക് മേക്കപ്പ് ഇല്ലാതെ ഇനിയിപ്പോൾ എന്നെ പുകഴ്ത്തി പറയാമെന്ന് പറയണ്ട, സക്സസ് ആയ കാര്യമാണ്. ഇപ്പം ഞാൻ 100,000 ദേഷ്യം എന്നോട് വരികയാണെങ്കിലും ഞാൻ അതൊന്ന് മൈൽഡാക്കി വെക്കും. അത് തന്നെയാണ് എൻ്റെ സൗന്ദര്യം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോഴും ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, വെറുതെ വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് പൗഡർ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഞാൻ തുടച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ സൗന്ദര്യം തന്നെ ഞാൻ ചെറുപ്പം മുതൽ ഈ വയസ്സ് വരെ നിലനിർത്തുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ദേഷ്യം പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, വെയിൽ കൊള്ളുക കേട്ടോ. വെയിൽ നിങ്ങൾ ഡെയിലി ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ വെയിൽ കൊള്ളുക. ഇന്നത്തെ തലമുറ വെയിലേ കൊള്ളത്തില്ല. നിങ്ങൾ വൈറ്റമിൻ ഡിയുടെ മരുന്ന് കഴിക്കുന്നതിനേക്കാളും നിങ്ങൾ വെയിൽ ഒരു 5 മിനിറ്റെങ്കിലും കൊള്ളുക, അല്ലെങ്കിൽ ഡെയിലി 1 മിനിറ്റെങ്കിലും കൊള്ളുക. ആ 1 മിനിറ്റ് കൊള്ളുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ഉത്സാഹം ഉണ്ടല്ലോ, ഒരു ആരോഗ്യത്തിൻ്റെ ആ ഒരു എന്തൂസിയാസം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു എനർജിയൊക്കെ വളരെ വലുതാണ്. എനിക്കത് സംഭവിക്കാറുണ്ട്. ഞാൻ വെയിൽ കൊള്ളാത്ത ദിവസമൊക്കെ മങ്ങി പിടിച്ചിട്ടുണ്ടാവും. ഞാൻ മനഃപൂർവ്വം പോയി വെയിൽ കൊള്ളും 1 മിനിറ്റെങ്കിലും കേട്ടോ. ഇന്ന് ഞാൻ 1 മിനിറ്റ് എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റിയുള്ളൂ. അപ്പം ഞാൻ പോയി കൊണ്ടിട്ടാണ് പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, വെയിൽ കൊള്ളുക. വെയിൽ കൊള്ളുന്നത് നിങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിക്കുകയുള്ളൂ കേട്ടോ. മരുന്ന് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടും, എന്നാലും നിങ്ങൾ കൂടുതലും വെളിയിലിറങ്ങി വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. വീടിൻ്റെ അകത്തിരുന്നാലും വെയിൽ കൊള്ളുമെന്ന് ചിലവർ പറയും, എന്നാലും വെയിൽ നല്ലോണം കൊള്ളുക കേട്ടോ. മിനിമം ഒരു 5 മിനിറ്റെങ്കിലും കൊള്ളാൻ ശ്രമിക്കുക ഡെയിലി കേട്ടോ. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ആ വെള്ളം നിങ്ങൾ ഗീസൊന്നും അല്ല, വെറും പച്ചവെള്ളം നിങ്ങൾ കുടിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം നിങ്ങൾ ഡെയിലി കുടിക്കുക കേട്ടോ. ചൂടുവെള്ളം കുടിക്കുന്നതിനേക്കാളും മഴക്കാലത്തൊക്കെ ഇച്ചിരി ചൂടുവെള്ളം കുടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി തിളപ്പിച്ചാറിയ പച്ചവെള്ളം തന്നെ കുടിക്കുക കേട്ടോ. ഭയങ്കര മാറ്റം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. അയൺ ഗുളിക പറ്റാത്തവർ വൈറ്റമിൻ ഡിക്ക് ഗുളിക കഴിക്കുന്നതിനേക്കാളും അയൺ ഗുളിക നിങ്ങൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു അയൺ ഗുളിക ഡോക്ടറെ കണ്ടിട്ട് കഴിക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അയൺ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളം നിങ്ങൾ കഴിക്കുക. ധാരാളമല്ല, ഒരു മിനിമം ഇതായിട്ട്
മെയിനായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടി നിങ്ങൾ ഒന്ന് അരിഞ്ഞിട്ടിട്ട് വേവിച്ചിട്ടോ അല്ലെങ്കിൽ പച്ചയ്ക്കോ നിങ്ങൾ ജ്യൂസ് അടിച്ചിട്ട് ഒറ്റ മുടക്കിൽ അങ്ങോട്ട് കുടിക്കുക, കഴിക്കാൻ പറ്റാത്തവർ കേട്ടോ. ഡെയിലി നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഒരു കഷ്ണം മതി, ഒരു ക്യാരറ്റിൻ്റെ പകുതിയും ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതിയും മതി കേട്ടോ. ഡെയിലി നിങ്ങൾ ഒന്ന് തിളപ്പിച്ചിട്ട് അതിലിട്ട് മൂടി വെച്ചിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് അരിഞ്ഞിട്ടിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുകയോ ചെയ്യുക. കഴിവതും മധുരമൊന്നും ചേർക്കാതെ കുടിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അയൺ അടങ്ങിയത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. പിറ്റേ ദിവസം നിങ്ങൾക്ക് അതിൽ മാറ്റം കാണും. നിങ്ങൾ ഈ ചെയ്യുന്നവരെ എനിക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ ഉറക്കം നിങ്ങൾ 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിനിമം 6 മണിക്കൂറെങ്കിലും ഉറങ്ങുക. എനിക്ക് ഉറക്കം കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഉറക്കം വരില്ല, എന്തെങ്കിലുമൊക്കെ ചിന്തനകൾ വരും. അതാണ് കുറച്ച് കണ്ണിനടിയിൽ കറുപ്പുണ്ട് കേട്ടോ. അതിനൊന്നും ഞാൻ ഒന്നും ചെയ്യാറില്ല. ഉറങ്ങിക്കഴിയുമ്പോൾ താനേ മാറും. പിന്നെ ടെൻഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ അതുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. മിനിമം 6 മണിക്കൂറെങ്കിലും ഉറക്കം. ഇതൊക്കെ മേക്കപ്പ് ഇല്ലാതെ സൗന്ദര്യത്തിൻ്റെ രഹസ്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പണ്ടുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു മേക്കപ്പൊന്നും ഇടാത്ത ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് തിരിഞ്ഞു നോക്കും അല്ലേ? അത് ആണായാലും പെണ്ണായാലും അല്ലേ? പിന്നെ മേക്കപ്പ് ഇടുന്നവരെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ നോക്കുന്നവരുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം, ഉൾപ്പെടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും മേക്കപ്പ് ഇടാതെ നമ്മൾ കഴിയുന്നതും സുന്ദരിയായിരിക്കാമെന്നല്ലേ? അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടിപ്പ് നിങ്ങൾ ഒഴിവാക്കാതെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉറക്കം നിങ്ങൾ 6 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ മിനിമം 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക. അല്ല, മിനിമം 6 മണിക്കൂറെങ്കിലും ഉറങ്ങുക, 8 മണിക്കൂർ ഉറങ്ങണം. അതുപോലെ നല്ലവണ്ണം ജോലി ചെയ്യുക കേട്ടോ. ജോലി ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കിങ് അങ്ങനെയുള്ളതൊന്നുമല്ല ഞാൻ പറയുന്നത്. അതൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ നമ്മളുടെ ഈ കൈകളും വിരലുകളും നമ്മളുടെ ബോഡി മൊത്തം നല്ലോണം അനങ്ങുന്ന രീതിയിലുള്ള, പണ്ടുള്ള ആൾക്കാരൊക്കെ വിരൽ കുത്തുന്നതും ആട്ടുന്നതും അതൊന്നും ഇപ്പം ഇല്ലല്ലോ. നമ്മൾ വാഷിംഗ് മെഷീൻ പോലെ തുണി എടുത്തിടുന്നതാണ്, തുണി കുത്തിപ്പിഴിയുന്നൊന്നുമില്ല. അപ്പോൾ അത് കാരണം നിങ്ങൾ എക്സസൈസ് ചെയ്യുക. നമ്മളുടെ ബോഡി മൊത്തം അനങ്ങാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് നിങ്ങൾ ചെയ്യുക. ഈ വിരലടക്കം ഇങ്ങനെ നല്ലോണം അനങ്ങണം കേട്ടോ. അപ്പോൾ അത് മൊത്തം ഡെയിലി ഇങ്ങനെ അനങ്ങിയാലേ നമുക്കൊരു ബ്ലഡ് സർക്കുലേഷനും മുഖത്ത് വരെ സൗന്ദര്യം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കുക്കിംഗ് അല്ല ഞാൻ പറയുന്ന, അല്ലാത്ത ജോലികൾ കുനിഞ്ഞിട്ട് നല്ലവണ്ണം അടിച്ചു വാരി അങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ടാവും. എന്നാലും നല്ലവണ്ണം ബോഡി എല്ലാ മസിൽസും ചലിക്കുന്ന രീതിയിലുള്ള എക്സസൈസ് അല്ലാന്നുണ്ടെങ്കിൽ ജോലികൾ ചെയ്യുക കേട്ടോ. മുറ്റടിച്ചു വാരുക കുറേ നേരം അങ്ങനെയൊക്കെ ഉള്ളതൊന്നും ഇപ്പം ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് 6ാമത്തെ. പിന്നെ 7ാമത്തത് വന്നിട്ട് എന്താ പറയുക, മുഖത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മുഖത്ത് നിങ്ങൾ നല്ലോണം മസാജിങ് ഡെയിലി കൊടുക്കുക കേട്ടോ. അത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായാലും മതി, ഡെയിലി രാവിലെ എണീറ്റിട്ട് സമയമുള്ളപ്പോഴായാലും മതി. ഡെയിലി നിങ്ങൾ മസാജിങ് കൊടുക്കുക. മുകളിലോട്ട് ഇങ്ങനെ മസാജിങ് കൊടുക്കാൻ അറിയാത്തവർ വെറുതെ ഒന്ന് തട്ടി കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. കഴുത്തിലും ഇവിടെ മൂക്കിൽ കണ്ണിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ തട്ടി കൊടുക്കുക കേട്ടോ. ഇത് ഭയങ്കര ഒരു ബ്ലഡ് സർക്കുലേഷനാണ്. ഇവിടെ ഒക്കെ തട്ടി കൊടുക്കുക. ഇത് നമ്മളുടെ മുഖ സൗന്ദര്യം ഡെയിലി നിങ്ങൾ ചെയ്യുക. മനസ്സിലായില്ലേ? രാവിലെ എണീറ്റ് നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് ചെയ്യുക. അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ മുഖത്ത് മേക്കപ്പ് ഇടാതെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഖം നല്ല വൃത്തിയാക്കി വയ്ക്കുക. മനസ്സിലായില്ലേ? കിടക്കാൻ പോകുന്നതിന് മുമ്പ് മുഖമൊക്കെ സോപ്പിട്ട് കഴുകുക. എന്തെങ്കിലും മേക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കഴുകിക്കളയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖത്ത് ഒരു പാടുകളോ അല്ലെങ്കിൽ മോക്കുരുവോ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ ഈ 2 കാര്യം, മുഖത്തിൻ്റെ കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ഡെയിലി ശ്രദ്ധിക്കുക. മുഖത്ത് നിങ്ങൾ മസാജിങ് കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ തട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ മുകളിലോട്ട് നിങ്ങൾ മസാജിങ് അറിയില്ലേ, അപ്പോൾ അത് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൂടാതെ നിങ്ങൾ മുഖം വൃത്തിയാക്കി വയ്ക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾ മോയ്സ്ചറൈസിങ് വേണമെങ്കിൽ ഇട്ടാൽ മതി. മോക്കുരു വരുന്നവരൊന്നും മോയ്സ്ചറൈസിങ് രാത്രി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു സോപ്പിട്ട് മുഖം നല്ല വൃത്തിയാക്കി കഴുകി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ 7 കാര്യങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവർ കമൻ്റ് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസിങ് സോപ്പാണ്.
ഇത് എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസിങ് അലോവേറ സോപ്പ് കേട്ടോ, ഇതിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് സാധാരണ സോപ്പൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ഇത് അതുപോലെ തന്നെ എൻ്റെ ഫേസ് പാക്ക്, മുഖ സൗന്ദര്യത്തിന് മേക്കപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് നല്ല സുന്ദരിയായിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ 7 ടിപ്പ് നിങ്ങൾ ചെയ്യുക. ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഇത് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. ഈ ഫേസ് പാക്ക് നിങ്ങൾ വെറുതെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ വെറും പച്ചവെള്ളത്തിൽ നിങ്ങൾ മിക്സ് ചെയ്ത് കുളിക്കാൻ പോണതിന് മുമ്പ് നിങ്ങൾ ഇട്ട് ഉണങ്ങിയിട്ട് കഴുകിക്കളയുക കേട്ടോ. ഉണ്ടോ ഈ ഫേസ് പാക്ക്? ഇത് ഓറഞ്ച് അല്ലിയുടെയും ഡ്രൈ ചെയ്തിട്ട്, അതുപോലെ പപ്പായ സീഡ്സിൻ്റെയും പൊടിയാണ്. നല്ല മണമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറെ ഒരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല. ഈ സോപ്പ് മുഖത്ത് കഴുകി കളഞ്ഞിട്ട് ആവി പിടിച്ചിട്ട് ഈ ഫേസ് പാക്ക് ഇടുക. നല്ല സൂപ്പറായിരിക്കും, ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ലാഗ് ചെയ്തു. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.